صدري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ അമലുകൾ സ്വീകരിക്കാൻ രണ്ട് പ്രധാനപ്പെട്ട നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന്, ആ അമൽ ചെയ്യുന്ന ആളുടെ അഖീദ ശരിയാവലാണ്. രണ്ടാമത്തത്, ആ ചെയ്ത അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഅോടുകൂടി ആവലാണ്. സൂറത്തുൽ മുൽക്കിന്റെ ആരംഭത്തിൽ അല്ലാഹു പറഞ്ഞു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അഹ്സൻ എന്ന വാക്കിനർത്ഥം മനോഹരമായത് എന്നാണ്. പക്ഷെ അഹ്സനിലെ സലഫുകൾ നിർവചിച്ചത് മനോഹരമായ അമൽ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് രണ്ട് നിബന്ധനകൾ പൂർത്തിയാക്കിയ അമൽ ആര് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അഖ്ലസുഹു വ അസ്വബുഹു. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഒന്ന് അഖ്ലസുഹു, ആ അമൽ അഖ്ലസ് ആയിരിക്കണം, അഥവാ അല്ലാഹുവിന് വേണ്ടി മാത്രം ഉള്ളതായിരിക്കണം. രണ്ട്, വ അസ്വബുഹു, ആ അമൽ അസ്വബായിരിക്കണം. അസ്വബ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനനുസരിച്ചുള്ള അമലും ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അയാളുടെ വിശ്വാസം അല്ലെങ്കിൽ അഖീദ ശരിയാക്കണം എന്നുള്ളത് ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്, ആവശ്യപൂർത്തീകരണമല്ല, ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അഖീദ എന്ന ആ ഒരു വിഷയത്തിന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ മറ്റു പല പേരുകളും പറഞ്ഞതായും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പേരുകൾ? അഖീദ എന്ന് പറയാം, സുന്നത്ത് എന്ന് പറയാം, ഉസൂലുദ്ദീൻ എന്ന് പറയാം, ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയാം. ഇതെല്ലാം അഖീദക്ക് പറയപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത പേരുകളാണ്. ഈ അഖീദ ഖുർആനും സുന്നത്തും മുന്നോട്ട് വെക്കുന്ന ആ ഒരു അഖീദ എന്താണോ അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അപ്പൊ അതൊരു സംഘടനക്ക് ഇടാൻ പറ്റിയ പേരല്ല ഇത് അഹ്ലുസുന്ന വൽ ജമാഅ. ഇന്ന് പൊതുവെ അഹ്ലുസുന്ന വൽ ജമാഅയായി പറയപ്പെടുന്ന കൂട്ടർ ആ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കൂട്ടരാണ്. അങ്ങനെ ഒരു പേര് വെക്കപ്പെടാറുള്ള പേരല്ല അഹ്ലുസുന്ന വൽ ജമാഅ. അതൊരു വലിയ ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഹും അവർ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിൽ ഖിയാമ. അതാണ് ശരിക്കും പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളും ഖിയാമത്ത് നാൾ വരെ ആ സഹാബാക്കളെ നന്മയിൽ പിൻപറ്റിയവരാരോ അവരും. നന്മയിൽ പിൻപറ്റിയതെന്ന് പറയുമ്പം സഹാബാക്കളിലും ചിലപ്പോൾ എന്ത് സംഭവിച്ചേക്കാം? കുറവുകൾ സംഭവിച്ചേക്കാം. നമ്മൾ അഖീദ പ്രകാരം നമ്മുടെ സഹാബാക്കളെ ഒരിക്കലും മഅസൂമായിട്ട് വിശ്വസിക്കുന്നില്ല. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുതൽ ഏറ്റവും അവസാനം ഒരു സെക്കൻഡ് മുസ്ലിമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിച്ച സഹാബിയും ആരെല്ലാം മഅസൂമല്ല. അവർക്കൊക്കെ അപാകതകൾ സംഭവിച്ചേക്കാം. തെറ്റിന്നല്ല പറയുന്നത്, തെറ്റിയേക്കാം. അതുകൊണ്ട് ആ തെറ്റിലും ഏതെങ്കിലും ഒരു സഹാബിക്ക്, ഇപ്പം മാഇസ് റളിയല്ലാഹു അൻഹു സിനാ ചെയ്തു പോയില്ലേ, അദ്ദേഹത്തിന്റെ ഹദ് നടപ്പിലാക്കി കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു അദ്ദേഹം. അതൊരു ഇഹ്സാനല്ല. അപ്പൊ ഒരു സഹാബി അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സഹാബാക്കളെയല്ലേ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. അപ്പൊ ആ സഹാബിയെ നമുക്ക് ഇത്തിബാ ചെയ്യണ്ടേ, ഫോളോ ചെയ്യണ്ടേ, അതുകൊണ്ട് നമുക്ക് ചെയ്യാലോ? ഇല്ല. വമൻ തബിഅഹും, ആ സഹാബാക്കളെ പിൻപറ്റിയവരും ബിഇഹ്സാൻ, നന്മയിൽ, തിന്മയിലല്ല, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. وهم المتمسكون بالعقيدة الصحيحة الخالية من شوائب البدع والخرافات.
അഹ്ലുസ് സുന്ന വൽ ജമാഅ ആൾക്കാരുടെ പ്രത്യേകത, അവർ അൽ മുതമസ്സിഖൂൻ, മുറുക്കി പിടിക്കുന്നവരായിരിക്കും. ഈ മുറുക്കി പിടിക്കലിന്റെ ഒരു പ്രയോഗത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഹദീസുകൾ കേട്ടിട്ടുണ്ടാവും. അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, പ്രസിദ്ധമായ ഹദീസാണ്. അലൈക്കും എന്ന അറബി പദം മറ്റൊരു ഫിഇലിന്റെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒരു ഇസ്മാണ്. അതായത് ഇൽസം. നമ്മളാണെങ്കിൽ അറബി മനുഷ്യന്മാരുണ്ടാവും ഇല്ലല്ലേ? കോഴിക്കോടൊക്കെ പൊതുവെ എങ്ങനെ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാൽ ഇൽസം. അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുറുക്കി പിടിച്ചോളാം. ആ ഹദീസില് അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു തമസ്സകു. അങ്ങനെ പിടിച്ചാൽ പോരാ, ഒന്നും കൂടി മുറുകെ പിടിക്കും. പിന്നെയും പറഞ്ഞു അദ്ദു അലൈഹാ ബിന്നവാജിദ്. പിടിച്ചാൽ മാത്രം പോരാ, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ മുതമസ്സിക്. അതായത് ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോവാതെ. സാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ് ആ വാക്കിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരു മലവെള്ളപ്പാച്ചിലിൽ പെട്ട് നമ്മൾ ഇങ്ങനെ ഒഴുകുക. അപ്പൊ പ്രാണന് വേണ്ടി ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, വെപ്രാളപ്പെടുന്ന ഒരു സാഹചര്യം. അടിച്ചു വന്ന വെള്ളം നമ്മളെയും കൊണ്ടങ്ങ് പോവാൻ. അസമയത്ത് ഒരാൾക്കൊരു വള്ളി പിടുത്തം കിട്ടി. അയാൾ ആ വള്ളി എങ്ങനെയായിരിക്കും പിടിക്കുക? രണ്ട് കൈ കൊണ്ട് പിടിക്കും. കൈ കൊണ്ട് പിടിച്ചിട്ട് ഇല്ലാതെ തോണ്ട് ചേർത്ത് പിടിക്കും. അത് പോകുന്ന കണ്ടാൽ കടിച്ചു പിടിക്കും. എങ്ങനെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ. അത്തമസ്സുക്കാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅന്റെ അഖീദയുമായിട്ടുള്ള തമസ്സുക്ക് എന്ന് പറഞ്ഞാൽ ലവലേശം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല. അത്ര കടുപ്പത്തിലും കണിശതയിലുമാണ് അഖീദയെ സത്യവിശ്വാസികൾ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ സാധാ ഒരു ഫിഖ്ഹിയായ മസ്അല പറയുന്ന പോലത്തെ ലാഘവം ഉണ്ടായിക്കൂടാ. കാരണം ഇത് അസ്ലാണ്. ഇതായതിനു ശേഷമേ ഉള്ളൂ പിന്നെ ഫിഖ്ഹ്. അതുകൊണ്ട് തന്നെ അൽ മുതമസ്സികൂന ബിൽ അഖീദത്തി സ്വഹീഹ, അവർ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ സ്വഹീഹായ അഖീദയെ അങ്ങനെ മുറുകി പിടിക്കുന്നവരായിരിക്കും. എങ്ങനത്തെ അഖീദ? അൽ ഖാലിയ മിൻ ശവാഇബിൽ ബിദ്അഇ വൽ ഖുറാഫ, ബിദ്അത്തുകളുടെയും ഖുറാഫാത്തുകളുടെയും മാലിന്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്രാപിച്ചിട്ടുള്ള സ്വഹീഹായ അഖീദ. അപ്പൊ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടത് തന്നെയാവണം. ഖാല ഫുലാൻ വഖാല ഫുലാൻ വഖാല ഫുലാൻ പറ്റൂല. ജിന്നിന്റെ വിഷയത്തിൽ സംഭവിച്ച പോലെ അങ്ങനത്തെ ഫത്വയുണ്ട്, ഇങ്ങനത്തെ ഫത്വയുണ്ട്, നോ, അത് പറ്റൂല. കാരണം അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ കണിശത കാണിക്കുന്നവരാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. വഹിയ അൽ അഖീദ അല്ലതി കാന അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ബിദ്അത്തുകളോ ഖുറാഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കരുത്. അതിലൊന്നുമില്ലാത്ത ആ അഖീദയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടത്. വത്തഫഖ അലൈഹാ അസ്ഹാബുഹു റളിയല്ലാഹു അൻഹു. അതിലായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളും നിലകൊണ്ടത്. ആ അഖീദയെ മുറുകെ പിടിക്കുന്നവർക്കുള്ള പേരാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. അപ്പം അമലുകൾ നോക്കിയിട്ട് ഒരിക്കലും എന്ത് പറയാൻ പറ്റൂല? അഹ്ലുസ് സുന്ന വൽ ജമാഅ പറയാൻ പറ്റൂല. 5 നേരം നിസ്കരിക്കാൻ വരുന്നുണ്ട്, തഹജ്ജുദ് ഗുസാറാണ്, ഇശ്റാഖ് നിസ്കരിച്ചിട്ടേ പള്ളിയിൽ നിന്ന് പോവാറുള്ളൂ, രാവിലത്തെ വൈകുന്നേരത്തെ മസ്കാർ പൂർത്തിയാക്കാറുണ്ട്, നല്ല താടിയുണ്ട്, തൊപ്പിയുണ്ട്, വലിയ നിസ്കാരത്തേമുണ്ട്, സൽസ്വഭാവിയാണ്, ധർമ്മിഷ്ഠനാണ്, ആളുകൾക്ക് മുത്തുപോലത്തെ മനുഷ്യനാണ്. അതുകൊണ്ട് അഹ്ലുസ് സുന്ന വൽ ജമാഅ പെടൂല. പെടണമെങ്കിൽ അയാളുടെ അഖീദ ഈ പറയപ്പെട്ടവരുടെ അഖീദയായേ പറ്റുള്ളൂ. അവർക്ക് അഹ്ലുസ് സുന്ന വൽ ജമാഅ പറയാൻ സാധിക്കുള്ളൂ. അല്ലാഹു മനസ്സിലാക്കുന്ന തൗഫീഖ് നസീബാക്കി തരട്ടെ. വഖദ് സുമ്മു അഹ്ലുസ് സുന്ന, അഹ്ലുസ് സുന്ന എന്നവർക്ക് പേര് വെക്കപ്പെടാനുള്ള കാരണം ലിഅമലിഹിം ബിമുഖ്തദാ സുന്നത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുബയ്യിനതി ലിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണോ വിശ്വാസികളോട് ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചതിന്റെ പേരിലാണ് അവർക്ക് ആ പേര് അഹ്ലുസ് സുന്ന എന്ന് വെക്കപ്പെട്ടത്. സുന്നത്തിന്റെ ആളുകൾ എന്നതിനർത്ഥം അഹ്ലുസ് സുന്ന. അതായത് പരിശുദ്ധ ഖുർആനിനെ സ്വയം വ്യാഖ്യാനിക്കുന്നവരായിരിക്കൂല അഹ്ലുസ് സുന്നന്റെ ആൾക്കാർ. അവർക്ക് ഇത് സാധിക്കൂല, അതിന് മെനക്കെടൂല.
എങ്കിൽ ഇന്ന് അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, ഖുർആനിസ്റ്റുകൾ. അവരുടെ വാദവും പ്രസംഗവും എഴുത്തും ഒരുപക്ഷെ അഖീദയുമായി ബന്ധപ്പെട്ട മസലകൾ അറിയാത്ത ഒരാൾ വായിച്ചാൽ 100% അതിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അവരെന്താ പറയാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു പറയുന്നു ഖുർആനിൽ, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ ഇത്തിബാഅ ചെയ്യുക. ഇറക്കപ്പെട്ടത് ഖുർആനല്ലേ, ആ ഖുർആനല്ലേ റസൂലുള്ളാഹി ഇത്തിബാഅ ചെയ്തത്. അപ്പൊ അതല്ലേ നമ്മളും ഇത്തിബാഅ ചെയ്യേണ്ടത്? ഇല്ല, അത് അഹ്ലുസുന്നയുടെ വാദമല്ല. കാരണം അഹ്ലുസുന്നക്ക് അഹ്ലുസുന്നയാവണമെങ്കിൽ ആ ഖുർആനിനെ തബ്യീൻ ചെയ്യുന്ന ഹദീസും വേണം. എന്താ തബ്യീന്റെ അർത്ഥം? വിശദീകരിക്കാൻ. അതല്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ ഒരാൾക്ക്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയസക്കീഹിം വയുഅല്ലിമുഹും അൽ കിതാബ് ഐ അൽ ഖുർആൻ വൽ ഹിക്മ ഐ അസ്സുന്ന. അപ്പൊ ആ സുന്നത്ത് ഖുർആനിനെ വിശദീകരിക്കുന്ന സുന്നത്ത് എന്താണോ പഠിപ്പിച്ചത് അതിനെ സ്വീകരിച്ച ആളുകൾ ആയതുകൊണ്ടാണ് അവർക്ക് അഹ്ലുസുന്ന എന്ന് പേര് വെക്കപ്പെട്ടത്. അമലൻ ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി. എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചോളണം, എന്റെ ഖലീഫമാരുടെയും സുന്നത്തിനെ മുറുകെ പിടിക്കണം. എനിക്ക് ശേഷമുള്ള അദ്ദു അലൈഹ ബിൻ നവാജിദ്, നിങ്ങളുടെ അനപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കുകയും വേണം. അപ്പൊ അങ്ങനെ പിടിക്കുന്നവൻ ആണ് അഹ്ലുസുന്ന. ഫഹും യഅലമൂന, മാത്രമല്ല അവർക്ക് ബോധ്യമുണ്ടാവും. ബോധ്യമുണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ അതിനെതിരെ കാണിക്കൂല. എതിരെ കാണിക്കാതിരിക്കുമ്പോഴാണ് ആ വിഷയം ബോധ്യപ്പെട്ടു എന്ന് പറയേണ്ടത്. ഒരാളൊരു കാര്യം എനിക്ക് മനസ്സിലായി എന്നും പറയുന്നു, പക്ഷെ അതിനെതിരെ കാണിക്കുകയും ചെയ്യുന്നു. അയാൾ നമ്മൾ എന്ത് പറയില്ല? അയാൾ ആ വിഷയം അറിഞ്ഞു നമ്മൾ പറയില്ല. അറിഞ്ഞെങ്കിൽ അയാളുടെ അമലിൽ അത് വരും. ഇപ്പൊ അബൂ താലിബ് മുസ്ലിമാണോ? അല്ലോ, അല്ല, കാഫിറാണ്. പക്ഷെ അബൂ താലിബ് എന്ത് പറഞ്ഞിട്ടുണ്ട്? വലഖദ് അലിംത, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പറച്ചിൽ കൊണ്ട് അയാൾ മനസ്സിലാക്കിയതായിട്ട് നമ്മൾ പറയില്ല. ആ മനസ്സിലാക്കിയത് അമലിൽ വന്നാലേ അഹ്ലുസുന്നയാണെങ്കിൽ ഫഹും യഅലമൂൻ, അവർക്കറിയാം, അവർക്ക് ബോധ്യമുണ്ടാകും. അന്ന ഹദിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ ഹദി, ഈ ദുനിയാവിൽ നമുക്ക് മാതൃകയാക്കാനുള്ള വഴികളിൽ ഏറ്റവും ഉന്നതമായ വഴി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫഖദ്ദമൂഹു, ആ വഴിയെ അഹ്ലുസുന്നയുടെ ആളുകൾ മുന്നിൽ വെക്കും. അലാ ഹദി മൻ സിവാ, അതല്ലാത്ത മറ്റെല്ലാ വഴിയേക്കാളും. അഹ്ലുസുന്നയുടെ രണ്ട് പ്രത്യേകത പറഞ്ഞു. ഒന്ന്, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഏതൊരു വിശ്വാസത്തിലാണോ ഉണ്ടായത് അതിനെ കണിശമായി മുറുകെ പിടിക്കുന്നവരായിരിക്കും. രണ്ട്, ഖുർആനിനെ വിശദീകരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമായിരിക്കും അവരുടെ മുന്നിൽ. ബാക്കി ഒരു മാർഗത്തെയും അതിന്റെ മുമ്പിൽ അവർ കൊണ്ടുവരികയില്ല. എങ്കിലേ അവർക്ക് എന്ത് പറഞ്ഞോളൂ? അഹ്ലുസുന്ന എന്ന പേര് പറയാൻ പറ്റുള്ളൂ. എങ്കിൽ അങ്ങനെയാവണം ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ എന്തിൽ പെടാൻ? അഹ്ലുസുന്ന വൽ ജമാഅയിൽ പെടാൻ. പിന്നെ വസുമ്മു അൽ ജമാഅ, അഹ്ലുസുന്നയുടെ കൂടെ ജമാഅത്ത് എന്ന പേര് എന്തുകൊണ്ട് വെക്കപ്പെട്ടു? ആ പേര് വെക്കാനുള്ള കാരണം അന്നഹും ഇജ്തമഉ, എന്താർത്ഥം? അവർ ഒരുമിച്ച് കൂടി അലാ ഇത്തിബാഇ സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇത്തിബാഅ ചെയ്യുന്ന കാര്യത്തിൽ. വമാ അജ്മഅ അലൈഹി, റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ മാത്രമല്ല, വമാ അജ്മഅ അലൈഹി സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ ഏതൊരു വിഷയത്തിൽ ഏകോപിച്ചുവോ അതിലും. ചിലപ്പോ ഹദീസിൽ കാണൂല, ചിലപ്പോ ഖുലഫാഉർ റാഷിദീങ്ങളുടെ വാക്കിലും കാണൂല. കാരണം അത് പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവമായിരിക്കും. അപ്പൊ അതിലെന്ത് നമ്മൾ നോക്കും? ഇജ്മാ നോക്കും. അതല്ല നമ്മുടെ തെളിവ്. ഖുർആനും ഹദീസും അതേപോലെ ഇജ്മാഉൽ ഉമ്മയും. മുൻഗാമികൾ ഏതൊരു വിഷയത്തിൽ ഏകോപിച്ചുവോ അതിലും അവർ ഇത്തിബാഅ ചെയ്യുന്നവരായിരിക്കും. ഫഹും ഖദ് ഇജ്തമഉ അലൽ ഹഖ് വഅലാ അഖീദത്തിൽ ഇസ്ലാം അൽ ഖാലിയ മിനശ് ശവാഹിദ്. അങ്ങനെ ന്യൂനതകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് രക്ഷപ്രാപിച്ച ഇസ്ലാമിന്റെ തനതായ വിശ്വാസവും അതേപോലെ ആ ഹക്കായ കാര്യത്തിലും ഒരുമിച്ച് കൂടുന്നവർ എന്ന പേര്, എന്ന അർത്ഥത്തിലാണ് അൽ ജമാഅ എന്നും അവർക്ക്
പറയപ്പെട്ടത്. അപ്പൊ ഈ രണ്ടർത്ഥം കൊണ്ടാണ് വേണം മൗലിദിൽ പറയും ഇൻഷാ അല്ലാഹ്. വെറുതെ രണ്ട് കുന്നിക്കോയത്തങ്ങളും മുല്ലക്കോയത്തങ്ങളും കൂടി നിന്നിട്ട് ആയിജമായി എന്ന് പറഞ്ഞാൽ അത് ഇജ്മാആവില്ല. നിയമങ്ങളുണ്ട്, ഷർത്തുകളുണ്ട്. അപ്പൊ ഇതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. അയ്യൻ ഫഖദ് സമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന പേര് കൂടാതെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരു പേരും ഈ ഒരു ടീമിന് വെച്ചിട്ടുണ്ട്. അൽ ഫിർഖ അൻ-നാജിയ, അൽ ഫിർഖത്തു അൻ-നാജിയ അൽ-മുത്തബിഅ ലിസുന്നതിഹി വതരീഖതി അസ്ഹാബിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്ന, നബിയുടെ സഹാബത്തിന്റെ വഴിയെ പിന്തുടരുന്ന, രക്ഷ പ്രാപിച്ച ഒരു കൂട്ടർ എന്നും അഹ്ലുസ് സുന്ന വൽ ജമാഅക്ക് ഒരു പേരുണ്ട്. അപ്പൊ ഈ നിബന്ധന ഉണ്ടായേ പറ്റുള്ളൂ. ഫിർഖത്തുൻ നാജിയക്ക് ഉണ്ടാവേണ്ടതിൽ ഒരു വിശേഷണം, അവർ അൽ മുത്തബിഅ ലിസുന്നതിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിന് ഇത്തിബാ ചെയ്യുന്നവരായിരിക്കും. അതിനെ അവർ എങ്ങോട്ട് കൊടുക്കൂല, അഖിലിന് കൊടുക്കൂല. അതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്ന് സ്ഥാപിതായ ഒരു കാര്യത്തിന് എന്റെ അഖിലിന് കൊടുത്തിട്ട് അഖിലിനോട് ഞാൻ ചോദിക്കൂല ശരിയാണോ തെറ്റാണോ എന്നിട്ടല്ല ഞാൻ ചെയ്യുക. അഖിലിന് കൊടുക്കാതെ തന്നെ ഞാൻ ഇത്തിബാ ചെയ്യും. മുത്തബിഉൻ ലിസുന്നതിഹി വതരീഖതി അസ്ഹാബിഹി റളിയല്ലാഹു അൻഹും, പ്രവാചകന്റെ സഹാബാക്കളുടെ ആ മാർഗവും അവർ ഇത്തിബാ ചെയ്യും. അവരാണ് അൽ ഫിർഖ അൻ-നാജിയ. ബഹുമാനപ്പെട്ട മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്ലൽ കിതാബൈൻ, രണ്ട് കിതാബിന്റെയും കൂട്ടക്കാര്, തൗറാത്തിന്റെയും ഇൻജീലിന്റെയും, ഇഫ്തറഖു ഫീ ദീനിഹിം, അവർ അവരുടെ ദീനിന്റെ കാര്യത്തിൽ വേർപെട്ടു, അലാ 72 മില്ല, 72 ടീമുകളായി വേർപെട്ടിട്ടുണ്ട്. വ ഇന്ന ഹാദിഹിൽ ഉമ്മ, തീർച്ചയായും ഈ സമുദായം, സതഫ്തരിഖു, പിന്നീട് അവർ വേർപിരിയും. അന്നേരമല്ല, സഹാബത്തിന്റെ കാലത്ത് ഉണ്ടാവില്ല, പിന്നീട് വേർപിരിയും. അലാ 73 മില്ല, 73 മില്ലത്തായിട്ട്. യഅനി അൽ അഹ്വാ, 73 കൂട്ടെന്ന് പറഞ്ഞാൽ, മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മില്ലത്ത് ഇബ്രാഹിം തന്നെ പറയുന്നുണ്ടല്ലോ, മാർഗം. അങ്ങനത്തെ മാർഗമായിട്ടായിരിക്കൂല ഇവർ പിരിയ. കാരണം മാർഗം എന്ന് പറയുമ്പോൾ അസലുണ്ടാവും. ഇവര് അഹ്വാണ്, അതായത് സ്വന്തം ഹവക്കനുസരിച്ച് വിട്ടുപിരിയുന്നവർ. ഖുർആനിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനത്തിലായിരിക്കൂല അവരെന്ത് ചെയ്യുന്നത്, വേർപിരിയുന്നത്. അവരുടെ ഹവക്കനുസരിച്ച് മാത്രമായിരിക്കും. അതുകൊണ്ട് ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, അൽ അഹ്വാ, ഈ 73 വിഭജിക്കുന്നത് ഹവക്കനുസരിച്ചാണ്. കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ, എല്ലാം നരകത്തിലാണ് ഒറ്റൊന്നൊഴികെ. ഇല്ലാ വാഹിദ എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് പറഞ്ഞു? ഇസ്ബാത്ത്, അതായത് എല്ലാരും നരകത്തിലാണ്, മൊത്തത്തിലിട്ടു. എന്നിട്ട് അതിന്റെ ഉള്ളും ഒരുത്തരെ മാത്രം ഇസ്തിസ്നാ ചെയ്തു, ഇല്ലാ വാഹിദ, അക്കൂട്ടത്തിൽ ഒന്നൊഴികെ. അപ്പൊ ആരേ രക്ഷപ്പെടും? ആ ഒന്നും മാത്രമേ രക്ഷപ്പെടൂ, ബാക്കി 72 രക്ഷപ്പെടൂല. വഹിയ അൽ ജമാഅ, ആ രക്ഷപ്പെടുന്ന ടീമാണ് ഇപ്പറഞ്ഞ ഈ ജമാഅ, അഹ്ലുസ് സുന്ന വൽ ജമാഅ. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു ഇന്നത്തെ അവസ്ഥ, വഇന്നഹു സയഖ്റുജു ഫീ ഉമ്മതി അഖ്വാമുൻ, എന്റെ സമുദായത്തിൽ ചില ആളുകൾ പുറപ്പെട്ടു വരും. തജാറാ ബിഹിം തിൽകൽ അഹ്വാഹു, ആ ഇച്ഛകൾ അവരെയും കൊണ്ട് കറങ്ങും. കമാ യതജാറൽ കലബു ബിസാഹിബിഹി, പേപ്പട്ടി വിഷബാധ ഏറ്റവന്റെ ആ രോഗവും കൊണ്ട് ആ രോഗി കറങ്ങുന്നത് പോലെ. വിഷബാധയേറ്റ ആളുകളുടെ, അല്ലെങ്കിൽ ആ പട്ടിയുടെ അവസ്ഥ കണ്ടവർക്കറിയായിരിക്കും. പേളകിയ പട്ടി ഉണ്ടല്ലോ, ആ അവസ്ഥയിലായിരിക്കും അവന്റെ ആളുകൾ. അതും പിടിച്ച് കറങ്ങുന്നത് പോലെ ഹവ കൊണ്ട് എന്തു തൊട്ടാലും അവർക്ക് വിഷയം ഖുർആനും സുന്നത്തും ആയിരിക്കൂല. അവനവന്റെ തീരുമാനവും അവനവന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അവന്റെ സംഘടന അവന്റെ നേതാവ് അത് മാത്രമായിരിക്കും, ഖുർആനും സുന്നത്തും ആയിരിക്കൂല. അങ്ങനെ ചില ടീമുകൾ വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. വന്നു കഴിയുമ്പം
അത് മനസ്സിലാക്കി അതിൽ നിന്നും രക്ഷപ്പെടാൻ. വേറൊരു കാര്യം മനസ്സിലായിക്കോളൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചില ടീമുകൾ വരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വരിക തന്നെ ചെയ്യും. അതില്ലാതെയാക്കാൻ ലോകത്തൊരു മഖ്ലൂക്കിനും സാധിക്കില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്ത ദീനിന്റെ പേരിൽ അറിയപ്പെടുന്ന ടീമുകൾ എല്ലാവരും സ്വർഗത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ലാ വാഹിദ അഹ്ലുസുന്ന വൽ ജമാഅ അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ആ സലഫുകളുടെയും മാർഗത്തിൽ ആരാണോ അവര് മാത്രമേ രക്ഷപ്പെടൂ, സംശയമില്ല. പക്ഷെ ബാക്കി 72 ഖിയാമത്ത് നാൾ വരെ നിലവിൽ ഉണ്ടാവുകയും ചെയ്യും. അതില്ലാണ്ടാക്കാൻ പറ്റൂല. പിന്നെ എന്തേ പറ്റുള്ളൂ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സ്വന്തത്തെയും കുടുംബത്തെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനേ പറ്റുള്ളൂ. അതില്ലാണ്ടാക്കാൻ സാധ്യമേ അല്ല. കാരണം അത് അല്ലാഹുവിന്റെ തർത്തീബാണ്, മുഅ്മിനീങ്ങൾക്കുള്ള പരീക്ഷണമാണ്. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, വലിഹാദാ വസിഫത്തിൽ ഫിർഖത്തുൻ നാജിയ ബിഅന്നഹാ അഹ്ലുസുന്ന വൽ ജമാഅ. അൽ ഫിർഖത്തുൻ നാജിയ എന്ന പേര് അഹ്ലുസുന്ന വൽ ജമാഅക്ക് പറയപ്പെട്ടത് ഇക്കാരണത്താലാണ്. കാരണം അവർ അവന്റെ ആളുകൾ ആയിരിക്കില്ല, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ ആയിരിക്കും. വഅമ്മൽ ഫിറഖുൽ ബാഖിയ, ബാക്കിയുള്ള എല്ലാ ടീമുകളും ഫഇന്നഹും അഹ്ലുശ് ശുദൂദ്. ഒന്ന്, അവർ നിയമവിരുദ്ധമായി നടക്കുന്ന ആളുകളായിരിക്കും. എങ്ങനെ നിയമവിരുദ്ധം? ഇസ്ലാമിന് ഒരു ഉസൂലുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അവ രണ്ടും വെച്ചുകൊണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യുന്നതിനും ഉസൂലുണ്ട്. അവർക്കിത് ബാധകമായിരിക്കില്ല. അവർ അവരുടെ അഖിൽ ഉപയോഗിച്ച് നിയമവിധേയമല്ലാതെ നടക്കുന്ന ആളുകളായിരിക്കും. അതേപോലെ ഈ ഭിന്നതയുടെ ആളുകളായിരിക്കും. വൽ ബിദ്അഇ, പുത്തനാശയക്കാരായിരിക്കും. വൽ അഹ്വാ, സ്വന്തം താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന ആളുകളായിരിക്കും ബാക്കിയുള്ള ടീമുകൾ. എന്നാലോ ഈ ടീമുകളുടെ ഏറ്റവും വലിയൊരു അടയാളം മുഫാറഖത്തുൽ കിതാബി വസ്സുന്നതി വൽ ഇജ്മാ. ഖുർആനോ സുന്നത്തോ ഇജ്മാഅോ അവർക്ക് വിഷയമേ ആയിരിക്കില്ല. അവർക്ക് അവരുടെ ഹവ. ഖുർആൻ ഇങ്ങനെ ഉണ്ടല്ലോ ആയിക്കോട്ടെ, സുന്നത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ ആയിക്കോട്ടെ, അല്ല നമ്മുടെ മുൻഗാമികൾ ഇങ്ങനല്ലേ ആയിക്കോട്ടെ, എനിക്കിതാ മനസ്സിലായത്, എനിക്കുണ്ട്. അതായിരിക്കും ബാക്കിയുള്ള എല്ലാവരുടെയും അവസ്ഥ. അല്ലെങ്കിലോ അവരുടെ ഇമാമുകളായി അവരംഗീകരിക്കുന്നവരുടെ ഹവ. ഇവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും അവരെന്ത് പറയും? എന്നാലും നമ്മുടെ ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മതി. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഇതാണ് ആ മറ്റു ടീമുകളുടെ ഒരടയാളം. എന്നാലോ ഫമൻ ഖാല ബിൽ കിതാബി വസ്സുന്നതി വൽ ഇജ്മാ, കാര്യങ്ങളെ ഖുർആനും സുന്നത്തും ഇജ്മാഉം കൊണ്ട് വേർതിരിക്കുന്നവരാണോ കാന മിൻ അഹ്ലി സുന്നതി വൽ ജമാഅ, അവനാണ് അഹ്ലു സുന്ന വൽ ജമാഅന്റെ ആള്. ഇനി വഹാദിഹി തസ്മിയ അഹ്ലു സുന്നതി വൽ ജമാഅ, ഈ അഹ്ലു സുന്ന വൽ ജമാഅ എന്നുള്ള പേര് വസ്ഫുൻ സാദിഖുൻ, അത് സത്യസന്ധമായ ഒരു വിശേഷണമാണ്. യുമയ്യിസു അഹ്ലൽ അഖീദത്തി സഹീഹ, സഹീഹായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ വേർതിരിക്കുന്ന ഒരു വിശേഷണമാണ് ഈ പേര്. അതായത് ഒരു ടീമിന്റെ പേരല്ല, ഒരു സംഘടനാ പേരല്ല അഹ്ലു സുന്ന വൽ ജമാഅ. സഹീഹായ അഖീദ പുലർത്തുന്ന ആളുകളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേരാണ് അഹ്ലു സുന്ന വൽ ജമാഅ. അതേപോലെ വഅത്ബാഉർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നവരെയും വേറിട്ട് കാണാൻ പറ്റിയ ഒരു പേര് അനിൽ ഫിറഖിൽ ഉഖറ, മറ്റുള്ള ടീമുകളിൽ നിന്ന്. അഹ്ലു സുന്ന വൽ ജമാഅ പുറത്തു പോയ ടീമുകളിൽ നിന്ന് വ്യത്യസ്തരായി സഹീഹായ അഖീദയും റസൂലുള്ളാഹിന്റെ സുന്നത്തിലുള്ള ഇത്തിബാഉം ഉള്ളവരെ വേർതിരിച്ച് കാണിക്കാൻ പറയപ്പെടുന്ന ഒരു പേരാണ് എന്ത്? അഹ്ലു സുന്ന വൽ ജമാഅ. അല്ലാതെ എന്തല്ല, അതൊരു പ്രത്യേക വിഭാഗത്തിന്റെ പേരല്ല, അങ്ങനത്തെ ഒരു വിഭാഗവും ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് ആ ഒരു വിഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇങ്ങനെ ആ ദീൻ കൈമാറി 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 വന്ന് ഇങ്ങനെ പോകുന്നവരാണ്, പ്രത്യേകിച്ച് ടീമായിട്ട് വന്നവരല്ല. മനസ്സിലായില്ല? എന്നാൽ മറ്റുള്ളതൊക്കെ ഏതോ ഒരു കാലത്ത് ഏതോ ഒരു ദിവസം ഏതോ ഒരാളുടെ അഭിപ്രായമോ ചിന്തയോ പ്രസംഗമോ എഴുത്തോ കണ്ടും കേട്ടും പഠിച്ചും ഉടലെടുത്ത പുതിയ സംഗതിയാണ്. പക്ഷെ ഇതങ്ങനല്ല.
അപ്പൊ പുതുതായിട്ട് ഉണ്ടാക്കപ്പെട്ടൊരു ടീമാകുമ്പോഴല്ലേ പ്രത്യേകിച്ച് ഒരു പേര് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അറിയിക്കേണ്ട കാര്യമുള്ളൂ. ഇതങ്ങനെയല്ല. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅ അങ്ങനെ വെക്കപ്പെട്ടൊരു പേരല്ല. അതിങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ ഇലാ യൗമുൽ ഖിയാമ വരെ എത്തുന്ന ഒരു ചാനലുണ്ട്. ആ ചാനൽ എന്ന് പറയുന്ന പേരാണ്. പുതുതായിട്ട് ഉണ്ടായ ഒരു ടീമിനെ പറയാനുള്ള, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രം. അല്ലത്തി തസീറു അലാ ഗൈരി തരീഖത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഴിയിലല്ലാത്ത മറ്റു വഴിയിലൂടെ സഞ്ചരിക്കുന്നവരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഫമിൻ ഹാദിഹിൽ ഫിറഖി, ഈ വ്യത്യസ്തമായ ടീമുകൾ അഥവാ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് പിന്നീട് പിരിഞ്ഞുപോയ ഈ ആളുകൾ, ഭിന്നിച്ച ആളുകൾ, മൻ യഖുദു അഖീദതഹു, അവർ ചില അവരുടെ വിശ്വാസത്തെ സ്വീകരിക്കുന്നത് മിൻ ഉഖൂലിൽ ബശർ, മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്നും. അതായത് ബുദ്ധി സമ്മതിച്ചാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് വിശ്വസിക്കാൻ പറ്റൂ. അങ്ങനെ സ്വീകരിക്കുന്ന ആളുകൾ. ഗ്രീക്ക് ഫിലോസഫി, തത്വചിന്തകൾ, ആ ചിന്തകന്മാരുടെ വാക്കുകളിൽ നിന്നും മറ്റും അവർക്ക് കൈവന്ന് കിട്ടിയതിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നവർ അഖീദയെ സ്വീകരിക്കുന്ന ആളുകളായിരിക്കും അവർ. അവര് അഖീലിനെയും ഇപ്പറഞ്ഞ ഫിലോസഫിയെയും ഒക്കെ മുന്നിൽ കൊണ്ടുവരും. അലാ കലാമില്ലാഹി വസുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖുർആനിനേക്കാളും റസൂലുള്ളാഹിയുടെ സുന്നത്തിനേക്കാളും മുമ്പിൽ അവർക്ക് ഈ പറയപ്പെട്ട തത്വചിന്തകളും അതേപോലെ അവരുടെ ബുദ്ധിയും ഒക്കെ ആയിരിക്കും. അവരെന്ത് ചെയ്യും? ശർഈയായ സ്ഥിരപ്പെട്ടു വന്ന നസ്സുകൾ അവരെ തള്ളിക്കളയും. വ്യക്തമായ ഖുർആനിന്റെ ആയത്ത് നസ്സായിട്ട് ഓതിക്കൊടുത്താലും അവർക്ക് ചിലപ്പോൾ എന്താവൂല, അവരെ തലക്ക് യോജിക്കുന്നില്ല, അവരുടെ ചിന്തകന്മാർ പറഞ്ഞതിനോട് കണക്ട് ആകുന്നില്ല, അതുകൊണ്ട് നമുക്ക് ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളിക്കളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പുതിയ കാലത്ത് നമ്മൾ ഉണർത്ത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, പുതിയ തലമുറക്ക് ഇസ്ലാമിന്റെ അഖീദ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനി അവര് പോകുന്നത് ആ ചിന്താഗതികളിലേക്കാണ്. അതിനു വേണ്ട പ്രവർത്തികൾ മുഴുവനും ക്യാമ്പസുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് നടന്നു വരുന്നുണ്ട്, ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് വിശ്വാസം എന്ന് പറയുന്ന സംഗതി തന്നെ എന്തോ ഒരു വെറുക്കപ്പെട്ട കാര്യം പോലെ വലിച്ചെറിഞ്ഞ് ഇന്ന് പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് എന്തുണ്ട്? ബുദ്ധി എന്ന് പറയുന്ന ഈ സംഗതിയെ വെറുപ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഫിലോസഫി, കാരണം പഠിക്കുന്ന അങ്ങനത്തേതാണ്, ജഹാലത്താണ് പഠിക്കുന്നത്. അതിനോട് കണക്ട് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ ശരി എന്നല്ലേ എന്നൊരു തോന്നിച്ച. മാത്രമല്ല അവൻ എന്ത് ചെയ്യുന്നറിയോ? ഈ നസ്സുകൾ അവരുടെ മുന്നിൽ വെച്ചാൽ, ഖുർആനും ഹദീസും മുന്നിൽ വെച്ചാൽ അവനതിനെ വ്യാഖ്യാനിക്കും. മനുഷ്യന്റെ ബുദ്ധി അതിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു കാരണത്താൽ അതിനെ വ്യാഖ്യാനിച്ച് അവരെന്ത് ചെയ്യും? അവരുടെ ഭാഗത്തേക്ക് ആക്കാൻ ശ്രമിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലെ അല്ലാഹു പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ബിൽ ഗൈബ്, ഗൈബ് വിശ്വസിക്കാൻ ഈ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, അതിന്റെ അപ്പുറത്തുള്ള വിശ്വാസമാണ് ഗൈബ്. അതുകൊണ്ടാണ് ഖബറിലെ ശിക്ഷയും സിറാത്തും മുൻകർ നക്കീറിന്റെ അടിയും ഇതൊക്കെ ചില ആളുകൾ നിഷേധിച്ചത്. അതെങ്ങനെയപ്പാ? അതാണ് പ്രശ്നം. ആ ചോദ്യം അതാണ് ആക്കുന്നത്. ഇവിടെ നസ്സ് വന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മുൻകർ നക്കീർ ഖബറിൽ വരും, മയ്യത്തായ ആൾക്ക് റൂഹ് തിരിച്ചു കൊടുത്ത് പിടിച്ചിരുത്തും. എന്നിട്ട് ഫയസ്അലാനിഹി, രണ്ടുപേരും അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അവരെ അടിക്കും. ഒരടിയിൽ 7 ഭൂമിക്കുള്ളിലേക്ക് അവൻ പോകും, പിന്നെ വരും. അഖിലിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അഖിലിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അഖില് വിശ്വസിക്കൂലെങ്കിലും അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. എന്റെ അഖില് അങ്ങനെ ഇപ്പൊ ഈ 6 അടി മണ്ണിക്കെടുത്ത് ഇരുത്തുക, എങ്ങനെ ഈ കമ്പി പൊക്കുക അടിക്കാൻ ഈ 6 അടി മണ്ണിന്റെ ഉള്ളിൽ ഇത്ര ചെറിയ സ്ഥലത്ത്? ഒരാൾക്ക് ചെരിഞ്ഞ് കിടക്കാൻ തന്നെ സ്ഥലമില്ല. അടങ്ങനെ 4 ആൾക്കാർ, 2 മലക്കും പിന്നെ മലക്കിന്റെ സഹായികളും പിന്നെ പിടിച്ചിരുത്തലും പിന്നെ അടിക്കലും ഇടിയും, ഇതിലെങ്ങനെയപ്പാ? അതാണ് അഖിലിന്റെ ജോലി. ആ അഖില് കൊടുത്തിട്ടല്ല നമ്മളത് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത്
എന്റെ അള്ളാഹു എനിക്ക് ഈ കാര്യം പറഞ്ഞു തരാൻ വേണ്ടി നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, അനുഭവിച്ചവരാരും തിരിച്ചു വന്ന് പറഞ്ഞു തന്നിട്ടില്ല. എന്നാലും ഇന്നമൽ മുഅ്മിനൂൻ ഇദാ ദഅഉ ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? അയ്യഖൂലു സമിഅനാ വഅതഅനാ. അതാണ് അഹ്ലുസ് സുന്നah വൽ ജമാഅ. പക്ഷെ മറ്റു ടീമുകൾ എന്ത് ചെയ്യും? അഖിൽ കൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ട് പല തരത്തിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കും. വമിൻ ഹാദിഹിൽ ഫിറഖ്, ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒന്നൽ ഫലാസിഫ, ഈ പറഞ്ഞ ഫിലോസഫിന്റെ ആൾക്കാർ, തത്വചിന്തകന്മാര്, വൽ ഖദരിയ്യ, ഖദരിയാക്കൾ. അതാരാ? ഖദറിനെ നിഷേധിച്ചവർ. അതായത് അവരുടെ വാദപ്രകാരം ഭൂമിയിൽ നടക്കുന്ന ഒരു സംഗതിയും നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ല, അത് ആ സമയത്ത് ഉണ്ടാവുന്നതാണ്. അങ്ങനെ വിശ്വസിച്ചാലുള്ള പ്രശ്നം എന്താ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിപൂർണമായ ഇൽമിനെ നിഷേധിക്കലാണ്. അല്ലാഹുവിന്റെ ഇൽമിനെ നിഷേധിക്കൽ കുഫ്റാണ്. കാരണം ഖദറിലുള്ള വിശ്വാസം 4 കാര്യങ്ങളാണ്. ഇതിൽ വരും വിശ്വാസം സന്ദർഭം വേണ്ടി സൂചിപ്പിക്കുന്നത് മാത്രം. ഒന്ന് അൽ കിതാബ, ഇൽമ്. ഒന്ന് അള്ളാഹുവിന്റെ പരിപൂർണമായ ഇൽമ്, ഇതുവരെ നടന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായ സർവ്വതും അള്ളാഹുവിന്റെ ഇൽമിലുണ്ട്. ഇൽമിലില്ലാത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2 അൽ കിതാബ, ആ ഇൽമ് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വച്ചിട്ടുണ്ട്. കലമിനെ സൃഷ്ടിച്ചു, കലമിനോട് പറഞ്ഞു ഒക്ടു, എഴുതൂ. കലം ചോദിച്ചു എന്തെഴുതാൻ? അപ്പൊ പറഞ്ഞു ഇനി എന്താണോ ഉണ്ടാകാൻ പോകുന്നത് അത് എഴുതാൻ. എപ്പോൾ? 50,000 കൊല്ലത്തിന് മുമ്പ്. ഇത് സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് എഴുതി വെച്ചു. അതല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നതും നിങ്ങൾ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നതും യാദൃച്ഛികമല്ല. പക്ഷെ അത് നമ്മൾ രണ്ടാളും സംസാരിക്കാനും നിങ്ങൾ മശൂറ ചെയ്യാനും കൂടി ആലോചിക്കാനും അതൊക്കെ സബബ്. ആ എന്തിന്? അള്ളാഹുവിന്റെ ഇൽമിലുള്ള അവൻ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച ആ കാര്യം നടപ്പിലാവാനുള്ള സുന്നത്ത് മാത്രം, നടപടി ക്രിയകൾ മാത്രം ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചു. 3 അൽ മശീഅ, എഴുതി വെച്ചാൽ മാത്രം പോരാ, അതുണ്ടാവുന്ന സമയം അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടാവണം. എപ്പോഴാണോ നടക്കേണ്ടത് അസമയത്ത് അള്ളാഹു അത് നടക്കണം എന്ന് ഉദ്ദേശിക്കണം. 4 അൽ ഖൽഖ്, സൃഷ്ടിക്കുക, ഉദ്ദേശിച്ചതിന് ഉണ്ടാക്കുക. ഇത് 4 ചേരുമ്പോഴാണ് കാര്യം നടക്കുന്നത്. അള്ളാഹിന്റെ ഇൽമിലുള്ള ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എഴുതി വെച്ച ആ കാര്യം നടക്കുന്ന സമയത്ത് അള്ളാഹു നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. ഇതിൽ അള്ളാഹു എന്ത് ചെയ്യുന്നു? കുൻ ഫയകൂൻ, സൃഷ്ടിക്കുന്നു, അപ്പൊ ഉണ്ടാവുന്നു എന്ത് കാര്യവും. പക്ഷെ ഖദരിയാക്കൾ എന്ത് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല, അതാണ് സമയം ഉണ്ടാവുക. അപ്പൊ എന്തായി? ഇതൊന്നും ഇല്ലാണ്ടായി. ഇൽമും കിതാബത്തും മശീഅത്തും ഖൽഖും ഒന്നും ഇല്ലാണ്ടായി. അത് മൊത്തത്തിൽ നിഷേധിക്കലാവും. അക്കൂട്ടക്കാരാണ് ഖദരിയാക്കൾ. ഈ ഖദരിയാക്കളുടെ തുടക്കം സഹാബത്തിന്റെ അവസാന കാലത്താണ്. അതായത് എന്റെ ഉമ്മത്തി 73 എന്ന് പറഞ്ഞല്ലോ, ആ 3 ഇനി ആവാനുള്ളതല്ല, ഓൾറെഡി ആയിക്കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സഹാബത്തിന്റെ കാലഘട്ടത്തിന്റെ അവസാനത്തോടു കൂടി ഖദരിയാക്കൾ രംഗപ്രവേശനം ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ മക്കയിൽ നിന്നും ചില ആളുകൾ കണ്ടു. അപ്പൊ അവര് പറഞ്ഞു, നമ്മുടെ നാട്ടില് ഇങ്ങനെ ചില വാദക്കാർ ഉടലെടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു? ഇബ്നു ഉമർ പറഞ്ഞു, അവരെ കണ്ടാൽ നിങ്ങൾ പറഞ്ഞേക്കണം ഇബ്നു ഉമർ അവരിൽ നിന്നും ബരി ആണ്, എനിക്ക് ഉത്തരവാദിത്വമില്ല, അവരെനിക്കുമില്ല, എനിക്ക് അവരുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധവുമില്ല എന്ന് പറഞ്ഞേക്കണം. കാരണം അവർ ഖദറിനെ നിഷേധിച്ചവരാണ്. ഖദറിനെ നിഷേധിക്കൽ അള്ളാഹുവിന്റെ ഈ പറയപ്പെട്ട സിഫത്തുകളെ നിഷേധിക്കലാണ്, അത് കുഫറാണ്. അത് കയ്യിൽപ്പെട്ട. ഞാൻ ചോദിക്കട്ടെ, അത് എന്തിനേ പറയൂ? അപ്പൊ ഒരു നേരെ ഉൾട്ട് ചിന്തിച്ചൂടെ? കൃത്യമായി നിസ്കരിച്ച് നോമ്പെടുത്ത് സുന്നത്ത് ചെയ്തിട്ട് ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ഇങ്ങനെ അത് പറയില്ല. കണ്ണും കുടിച്ച് പെണ്ണും പിടിച്ച് കണ്ടിട്ട് പറയും അള്ളാഹു നേരത്തെ തീരുമാനിച്ചത്. നേരെ ഉൾട്ട് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞൂടെ? അത് പറയില്ല. അതിനകത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹാബാക്കൾ ചോദിച്ചു, ഇതേ ചോദ്യം ചോദിച്ചു, എല്ലാം തീരുമാനിച്ചല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ചെയ്യുന്നത്?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരുടെ വിഷയത്തിൽ എന്താണോ എഴുതപ്പെട്ടിട്ടുള്ളത്, കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ, അതേ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. എന്താണ് അള്ളാഹിന്റെ ഖദാഇൽ ഒരാളെ പറ്റി ഉള്ളത്, അതിനനുസരിച്ചുള്ള ജീവിതം അയാൾക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതാ, ഇന്ന കാര്യം ചെയ്താൽ സ്വർഗം, ഇന്ന കാര്യം ചെയ്താൽ നരകം. നമ്മൾ എന്ത് ചെയ്യണം? സ്വർഗം കിട്ടാതെ ചെയ്തോണം, നരകത്തെ രക്ഷപ്പെടാതെ ഒഴിവായി നിന്നോളാം. ബാക്കി യൗമുൽ ഖിയാമയിൽ അള്ളാഹുവിന്റെ കൈമേലാണ്. നമുക്കൊരു മാലികി യൗമിദ്ദീൻ ഇടപെടില്ല. ഇഖ്തിയാർ മനുഷ്യന്മാർ കൊടുത്തിട്ടുണ്ട്, ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. ആ ഇഖ്തിയാറിലാണ് അതാണ് പരീക്ഷണം. അതുകൊണ്ട് ഈ ഖദരിയാക്കൾ ഈ വാദം പറയുന്ന ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്. മടിക്കേരിയിൽ ഒരാളുണ്ട്, അതായത് മടിക്കേരി എന്ന് പറയുന്ന കർണാടകത്തിലെ ആ സ്ഥലത്ത് മൻഹജു സലഫ് കൊണ്ടുവന്ന് കഠിനാധ്വാനം ചെയ്ത് ആളുകൾക്ക് ദഅവത്ത് ചെയ്ത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചെത്തിച്ചു കൊടുത്ത ഒരാള് ഇന്ന് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഔട്ടായി പോയി, എല്ലാം പോയി, ഔട്ടായി പോയി. ഞാൻ സംസാരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്തോ പള്ളിയിലത്തെ എന്തൊക്കെയോ പല ജബ്ബാർ മാഷിന്റെ പ്രസംഗ കൂടുതൽ കേൾക്കുന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ, അപ്പം ചോദിച്ചതാണ്, ഞാൻ നിസ്കരിക്കാൻ വരണ്ട എന്നൊന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞൂടെ, ഞാൻ വരാനെന്നാവും തീരുമാനിച്ചിട്ടുണ്ടാവോ? ഇല്ല, നന്മന്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അടവല്ലേ, തട്ടിപ്പല്ലേ, ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാദങ്ങൾ ഉണ്ടാക്കുക, തിന്മ ചെയ്യാനുള്ള വാദങ്ങൾ. അതേപോലെ മാതുരീദിയ, ജഹ്മിയ, മുഅ്തസില, അശാഇറ, ഈ പറയപ്പെട്ട മുർജിഅ പറ്റിയുള്ള ചർച്ച വരും ഇൻഷാ അല്ലാഹ്. ഈ പറയപ്പെട്ടതൊക്കെ ഈ പറഞ്ഞ അൽ ഫിറഖ് അദ്ദാല്ല, അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്നും പുറത്താക്കപ്പെട്ട വിഭാഗങ്ങളിൽ പെട്ടവരാണ്. അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട്. അല്ലദി പിന്നെ വമിൻ ഹാദിഹിൽ ഫിറഖി, അതേപോലെ തന്നെ ഈ പിഴച്ച ടീമുകളിൽ ചിലർ യഖുദു അഖീദതഹു, അവരുടെ അഖീദ സ്വീകരിക്കുന്നത് മിൻ ആറാഇ മശായിഖിൻ, അവരുടെ ശൈഖന്മാരുടെ അഭിപ്രായങ്ങൾ എന്ത് എന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. വഅഇമ്മതിഹിം, അവരുടെ ഇമാമുകളുടെ അഭിപ്രായങ്ങളും ചോദിച്ചുകൊണ്ട്. ഫീ കസീരിൻ മിനൽ അഹ്യാൻ അലൽ ഹവാ, അവരുടെ വ്യക്തി താല്പര്യം അനുസരിച്ച് ഇമാമുകളും ശൈഖന്മാരും പറയുന്ന എന്താണോ അത് സ്വീകരിക്കുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലേക്കുള്ള സമസ്തക്കാരെ പോലെ അവർക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അവർ പറഞ്ഞത് നമ്മളെന്ത് കാന്തപുരം സ്വർഗത്തിലേക്കാണെങ്കിൽ നമ്മൾ ഓക്കെ, നരകത്തിലേക്കാണെങ്കിൽ അവർക്ക് എത്രത്തോളം ജഹ്ല് നിറഞ്ഞ് ആലോചിച്ചു. കാലൊന്നും പിടുത്തം കിട്ടിയിട്ട് ആ ടീമിന്, അതുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളത്. അവരുടെ ശൈഖന്മാര് പറയുന്ന, അവരുടെ ഇമാമ് പറയുന്ന ആ കാര്യം എന്താണോ അതിനെ വിശ്വാസമായി, ഇല്ലെങ്കിൽ പകരമെല്ലാം അത്ര പരസ്യമായി കേരളം പോലുള്ള ഒരു നാട്ടില്, കേരളം പോലെ വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരുടെ മുമ്പില് CM പോലെ വിമാനത്തിന്റെ ചിറക് പിടിച്ച് ഇറക്കി എന്ന് പറയോ? അത് ആരെ വിശ്വസിക്കുക, ആരെ കേട്ട് വിശ്വസിക്കുക? ആരുണ്ട്? അതല്ല പറഞ്ഞത്. അപ്പൊ ഒരിക്കലും അഹ്ലുസുന്നൽ പെടൂല. കാരണം നെസ്സിനെ നിഷേധിക്കുന്ന ആൾക്കാര് ഇമാം എന്ത് പറഞ്ഞാലും അതിനെ വിശ്വസിക്കാൻ തയ്യാറുള്ളവർ. സൂഫികളെ പോലെ, നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് സൂഫികള്, അതേപോലെ റാഫിദക്കാര് ഷിയാക്കള് വഗൈരിഹിം, അവരെന്ത് ചെയ്യുന്നറിയോ? ഫയുഖദ്ദിമൂന കലാമഹും അലാ കലാമില്ലാഹ്, അവരുടെ വാദങ്ങളെ അള്ളാഹുവിന്റെ വാദത്തിനേക്കാൾ മുമ്പ് വെക്കുന്നു, മുൻഗണന കൊടുക്കുന്നു. വകലാമി റസൂലിഹി ഖൈറുൽ ബശരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ കലാമിന്റെയും റസൂലുള്ളാഹിന്റെ ഹദീസിന്റെയും മുന്നിൽ അവർ അവരുടെ വാക്കുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്നവർ. കമാ അന്ന ഹാദിഹിൽ ഫിറഖ്, ഈ പറയപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്നും പുറത്താക്കപ്പെട്ട ടീമുകൾ, മിൻഹാ മൻ തൻതസിബു ഇലാ മൻ അസ്സസഹാ, അവർ പൊതുവെ പറയപ്പെടുന്നത് അതിനെ ഉണ്ടാക്കിയ ആളിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ടാണ്. അപ്പൊ തന്നെ എന്ത് മനസ്സിലാക്കാം? അത് പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷെ അഹ്ലുസുന്നക്ക് അങ്ങനത്തെ ഒരു പേരില്ല.
ഒരാളിലേക്ക് ചേർക്കുന്ന പേരില്ല, ഇതുണ്ടാക്കിയവരിലേക്ക് ചേർക്കും. വിശ്വാസപരമായിട്ടുള്ള അവരുടെ അഖീദയുടെ ഉസൂലുകൾ ആരുണ്ടാക്കിയോ അവരുടെ പേരിലേക്ക് ചേർത്തിട്ടായിരിക്കും ആ ടീം എന്ത് ചെയ്യുക, അറിയപ്പെടുക. കൽ ജഹ്മിയ്യ, ജഹ്മു ബിൻ സഫ്വാൻ എന്ന് പറയുന്നവന്റെ പേരിലേക്ക് ചേർക്കപ്പെട്ട പോലെ. അപ്പൊ തന്നെ എന്ത് മനസ്സിലായി, കുറെ കാലത്തിന് ശേഷം വന്ന ഈ ചങ്ങായിയാണ് അത് തുടങ്ങിയത് മനസ്സിലായി. അങ്ങനെയല്ല അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ, അതിനൊരു തുടക്കമുണ്ട്, ഇലാ യൗമുൽ ഖിയാമ വരെയാണ്. അതേപോലെ വൽ അശ്അഇറ, അബുൽ ഹസൻ അൽ അശ്അരി, അദ്ദേഹത്തിന്റെ പേരിലേക്ക് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം കേട്ടോ ഈ അശ്അരിയാക്കളുടെ കുരുത്തക്കേട് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയോ, അബുൽ ഹസൻ അശ്അരിയോട് എന്ത് ചെയ്യും, ദേഷ്യം വരും, സ്വാഭാവികം. പക്ഷെ അദ്ദേഹം അത് ഊരി എറിഞ്ഞ മനുഷ്യനാണ്. മിമ്പറിന്റെ മുകളിൽ കയറി കുപ്പായ ഊരിയിട്ട് ഇതാ എന്റെ പഴയ വാദം ഞാൻ ഊരിക്കളയുന്നു, ഞാൻ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് മാറിയാണ് അദ്ദേഹം. വഫാത്തിന് ശേഷമാണ് ഈ പറയപ്പെട്ട അശ്അരിയാക്കൾ രംഗത്ത് വന്നത്, അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചേർക്കപ്പെട്ടത് മുതലേ അതുണ്ടായത്. അപ്പൊ ഇതിനു മുമ്പുള്ളതോ അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. ഇനി وإن كان الأشعري رجع عن هذه العقيدة, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അയാള് അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന ആ അഖീദയിൽ നിന്നും മാറിയിട്ടുണ്ട് ഇലാ അഖീദത്തി അഹ്ലി സുന്ന വൽ ജമാഅ. ഉദാഹരണത്തിന് ഒന്ന് പറഞ്ഞാല് ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, അള്ളാഹുവിന്റെ സൃഷ്ടിയായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്റെ ശബ്ദം എന്റെ ദാത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ എന്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് എന്റെ മനസ്സിലാവുന്നതെന്ന് മനസ്സിലാവും. എന്റെ ദാത്തിന്റെ ഒരു സിഫത്താണ് എന്റെ ഈ കലാം. അത് എന്റെ സൃഷ്ടിയെന്ന് പറയുമ്പോൾ രണ്ടും വേറെ പറയും. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അക്ഷരങ്ങളും ശബ്ദങ്ങളോടും കൂടിയ കലാം. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ശബ്ദത്തിലാണ് ഖുർആൻ കേട്ടത്. നമ്മുടെ വിശ്വാസം. അള്ളാഹു ഓതിക്കൊടുത്ത അക്ഷരങ്ങളോടെ ശബ്ദത്തോടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കേട്ടത്. അതങ്ങനെ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഓതിക്കൊടുത്തു. അപ്പൊ അള്ളാന്റെ മഖ്ലൂഖല്ല, അള്ളാന്റെ ഒരു ഭാഗമാണ് ഖുർആൻ. പക്ഷെ ഈ അശ്അരിയാക്കളുടെ വാദപ്രകാരം ഖുർആൻ മഖ്ലൂഖാണ്, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. ഇത് അശ്അരി ഇമാമിന് ആദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും അങ്ങനത്തെ ഒരു ടീം രംഗത്ത് വന്നു. ലാകിൻ മുഖല്ലിദൂഹു ഇസ്തമറൂ, അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകൾ ആ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു. അലാ അഖീദതിഹി അൽ മുഖാലഫതി ലിതരീഖത്തി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി റജഅ അൻഹാ, അദ്ദേഹം ഏതൊരു വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞു മടങ്ങിയോ അതിൽ തന്നെ ആളുകൾ എന്ത് ചെയ്തു, പഠിച്ചു. നമ്മൾ ഈ നാട്ടിലെ സമസ്യക്കാർക്കാ ഇല്ലേ ഉണ്ടെന്ന് എന്റെ ഖുർആൻ അള്ളാന്റെ മഖ്ലൂഖാണെന്ന് അല്ലേ? തൗഹീദ് ചെയ്യും. തൗഹീദുണ്ട്. പക്ഷെ പ്രശ്നം എന്ത് പറ്റിയതാ, അഖ്ദിയായ അല്ലാഹുവിന്റെ റസൂലിന്റെ നുബുവത്തിന്റെ ഖത്മ് അംഗീകരിക്കാണ്ടായി പോയി. അതുകൊണ്ടാണ് ഇസ്ലാം ഒന്ന് പുറത്തായത്. എങ്കിൽ പിന്നെ തൗഹീദ് ഇല്ലാത്തവരെങ്ങനെ ഇസ്ലാമിലാവുക? അത് കേരളത്തില് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖാദിയാനികളെ നമ്മൾ മുസ്ലിം അല്ലാതാക്കിയത് അവർക്ക് തൗഹീദ് ബാങ്ക് കൊടുക്കുന്നവർക്കാണ്. അല്ലാഹു അക്ബർ തന്നെ കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിസ്കാരമുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് അഹമ്മദ് ഖാദിയാനി നബിയാണ്, ഇനിയും നബി വരും, അത് അവരുടെ വാദം. ഇപ്പൊ ഖത്ബിന്റെ രൂപത്തിന് നിഷേധിച്ചു, അതുകൊണ്ട് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. എല്ലാം ഒരേപോലെയാണ്. അതേ സമയത്ത് ഷിർക്ക് ചെയ്താണോ പറ്റാ മുസ്ലിമായിട്ട് വരസുന്നു? ഉണ്ട്, അള്ളാഹ് നിഷേധിക്കുന്നില്ലല്ലോ. ആ കരിമൽ രണ്ടാമത്തെ ഷഹാദിയിലാണ് പ്രശ്നം. ഇതുണ്ട് ഈ പറഞ്ഞ പോലെ ഈ അഹമ്മദിയാക്കളും കണ്ടോ വിളിക്കപ്പെടുന്ന അഹ്ലുസ് സുന്ന എന്നല്ല, അത് ഉണ്ടാക്കിയവരുടെ ആ പേരിലേക്കാണ് ചേർത്ത് വിളിക്കപ്പെടുന്നത്. അങ്ങനെയാണ് എല്ലാം
അഹ്ലുസുന്നയിൽ നിന്ന് പിരിഞ്ഞു പോയ ടീമുകളെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അളവുകോല്, അതൊരു വഴി എന്ന് പറയുന്നത് അതിന് വെക്കപ്പെട്ടിട്ടുള്ള പേരാണ്. ഒന്നുകിൽ അത് തുടങ്ങിയ ആളിലേക്ക് ചേർത്ത് വിളിക്കും, അശായിറക്കാരെ പോലെ, ജഹ്മിയാക്കളെ പോലെ. അതേപോലെ പിന്നെ കമാ അന്ന ഹാദിഹിൽ ഫിറഖ മിൻഹാ മൻ തൻതസിബു ഇലാ മൻ അസ്സസഹാ വഅൻശഅ ഉസൂലഹാ ലഖദിയ, പേര് ഉണ്ടാക്കിയ ആളുടെ പേരിലേക്ക് ചേർത്ത് വിളിക്കും. അല്ലെങ്കിൽ തൻതസിബു ഇലാ ബഅദി ആറാഇഹാ അൽഅഖദിയ അൽമുഖാലിഫ ലിൽഹദി നബി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയിന് എതിരായിട്ടുള്ള അവരുടെ ചില വിശ്വാസപരമായ അഭിപ്രായങ്ങളിലേക്ക് ചേർത്തിട്ട് വിളിക്കപ്പെടും. അങ്ങനെ പേര് വെക്കും. ഏതുപോലെ മുഅ്തസിലിയാക്കള്, അതുപോലെ ഖദരിയാക്കള്, റാഫിദികൾ. ഷിയാക്കൾക്ക് റാഫിദി എന്ന് പേര് വിളിക്കാനുള്ള കാരണം എന്താ? നസ്ബത്തുൻ ഇലാ റഫ്ദിഹിം ഇമാമത അബീ ബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമയുടെ നേതൃത്വം, അവർ അമീറുൽ മുഅ്മിനീൻ ആണ് എന്നതിനെ ഇവർ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്ന, റഫ്ദ് ചെയ്തു, തള്ളിക്കളഞ്ഞു. അതിലേക്ക് ചേർത്തിട്ട് അവരെന്ത് ചെയ്തു? റാഫിദി എന്ന് പേര് വിളിക്കപ്പെട്ടു. ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം. ഇറാനിയൻ ഷിയാക്കള് അതിന്റെ ഏറ്റവും ടോപ്പാണ്. കാരണം അവരിപ്പൊ പറഞ്ഞ പോലെ എന്തറിയോ, നമുക്ക് സൗദിയന്റെ ഭരണം കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മദീനയിൽ ചെന്ന് ഖബർ തോണ്ടി അബൂബക്കറിനെയും ഉമറിനെയും പുറത്തെടുത്തിട്ട് കെട്ടി തൂക്കുന്നവർ ഇറാനിയൻ ഷിയാക്കൾ. നമുക്ക് തിരിച്ചിട്ടാവരെ ജൂതനേക്കാൾ അപകടകാരികളാണ് ഷിയാക്കൾ. പണ്ടൊക്കെ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിന്റെ പുസ്തകം വായിക്കുമായിരുന്നു, പ്രബോധനവും മറ്റുമൊക്കെ. അതിൽ ആപ്പിൾ മരത്തിന്റെ വിപ്ലവം ഉണ്ടല്ലോ, ഖുമൈനി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇസ്ലാമിന്റെ വലിയ നേതാവാണ്. അന്ന് അഹമ്മദി നജാദൊക്കെ ഭയങ്കര ഇസ്ലാമിന്റെ വിപ്ലവകാരിയാണ്. ഇപ്പൊ എല്ലാം തിരിയുന്നു കാട്ടിയവനെ പക്ക ഷിയാക്കളുടെ നേതാക്കന്മാരല്ല അവരൊക്കെ. ജമാഅത്തെ ഇസ്ലാമിയാണ് ഷിയാക്കളുടെ ആ ഒരു ആശയവും ആ നേതൃത്വവും അതെല്ലാം കേരളത്തിലേക്ക് ഇറക്കുന്നത്. ഇപ്പോഴും അവർക്ക് ബന്ധം അതുമായിട്ട് തന്നെയാണ്. പിന്നെ തങ്ങളുടെ ഖിലാഫത്ത് അലിയിന കിട്ടേണ്ടിയിരുന്നത് അത് അവര് തട്ടിയെടുത്തത് അവര് പറയുന്നത് കാഫറാക്കുന്നു. അബൂബക്കർ കാഫർ, ഉമർ കാഫർ, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയ്ക്ക് ലഅനത്ത് പറയും. ഞാൻ ബഹ്റൈനിലുണ്ടായിരുന്നു 4-5 വർഷം. ബഹ്റൈനിലെ ഷിയാക്കള് പച്ചക്ക് ആയിഷ ബീവിക്ക് ലഅനത്ത് പറയും. വ്യഭിചാരി എന്നാ പറയും ആയിഷ ബീവിനെ. മറിയം ബീവിനെ വ്യഭിചാരിയാക്കുന്ന ജൂതന്മാരോട് നമുക്ക് ദേഷ്യം. നമ്മളെ ഉമ്മ ആയിഷ ബീവിനെ വ്യഭിചാരിയാക്കുന്ന ഇറാനോ നമ്മളെ ചങ്ങായി. എങ്ങനെയാവുക? നിബിധനവും ഓണവും എല്ലാം ഖൈർ. അപ്പൊ ചില ആളുകളെ ഉണ്ടാക്കിയ ആളിലേക്ക് ചേർത്തിട്ട് പേര് വെക്കും. അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന പേര് അവരുടെ ചില രീതികളിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് ഖദരിയാക്കൾ, ഖദർ നിഷേധിക്കുന്നുണ്ട് ഖദരിയാക്കൾ. ഖവാരിജികൾ, ഖവാരിജ് എന്ന് പറയുന്നത് അവർ ഭരണാധികാരികൾക്ക് എതിരെ പുറപ്പെടുന്നവരാണ്, ഈ യുദ്ധം ഉണ്ടാക്കുന്നവർ. ഇന്ന് കാണുന്നവര്, ഇന്ന് അറബ് നാടുകളിൽ കാണുന്നവരാണ് ഈ ഖവാരിജികൾ. പിന്നെ ഭരണാധികാരിമാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി യുദ്ധപ്രഖ്യാപനം നടത്തി ആളുകളെ ഇറക്കി ഫിത്നയും ഫസാദും നിറക്കുന്ന ടീം ഖവാരിജികൾ. അത് ഇത് ഖവാരിജ്, അത് ഹവാരി ചങ്ങാതി നാക്കും. ഒരു പുള്ളി മാറിയാ മതി, അറബിയാണ് ഭാഷ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹ്ലുസുന്ന വൽ ജമാഅ എന്നുള്ള പേര് ഒരു വ്യക്തിയിലേക്കോ ഒരു പ്രവൃത്തിയിലേക്കോ ഒന്നും ചേർക്കപ്പെട്ട് വെച്ച പേരല്ല. അതുകൊണ്ട് തന്നെ അത് എപ്പോഴോ ഒരിക്കൽ പുതുതായിട്ട് നിർമ്മിതമായി എന്ന് പറയാൻ സാധ്യമല്ല. തുടക്കം മുതലുള്ള ഇത്തിബാഅ് ചെയ്തു വരുന്ന ഒരു വഴി, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. എന്നാൽ ഇതിന് പിരിഞ്ഞു പോയ പുതിയ പേരുകൾ അറിയപ്പെടുന്നതെല്ലാം അതുണ്ടാക്കിയ ആളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ചില വാദത്തിലേക്കോ ചേർക്കപ്പെട്ട് പേര് വെക്കപ്പെട്ടതാണ്. അഹ്ലുസുന്നയെ അല്ലാഹു സംരക്ഷിച്ചു മിനൽ ഇന്തിസാബി വൽ ഇത്തിബാഇ ലിഗൈരി സുന്നത്തിൽ മഅസൂം മിനൽ ഖതഇ വസ്സലലി റസൂലുള്ളാഹി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന തെറ്റുകളിൽ നിന്നും പിഴവുകളിൽ നിന്നും സംരക്ഷണം നൽകപ്പെട്ട അപ്രവാചകന്റെ ശരിയല്ലാത്ത മറ്റൊന്നിലേക്ക് ചേർക്കപ്പെടുന്നതിനെ തൊട്ട് അള്ളാഹു സംരക്ഷണം
നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വഴിക്ക് പറയുന്ന പേര് അഹ്ലുസ് സുന്ന ഐ റസൂലുള്ളാഹ് വൽ ജമാഅ ഐ അസ്ഹാബു റസൂലില്ലാഹ്. കൊടുക്കും, ഹദീസിൽ വരുന്നുണ്ട്. പൂർണ്ണ സംരക്ഷണം ഉണ്ടാവും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. മാത്രമല്ല അൽ മുഅയ്യിദു ബിൽ വഹ്യി മിനസ് സമാ, അഹ്ലുസ് സുന്ന ജമാഅ അല്ലാഹു ആകാശത്തിൽ നിന്നുള്ള വഹയി കൊണ്ട് ശക്തിപ്പെടുത്തിയതിനാൽ വല്ലദീ ലാ യൻതിഖു അനിൽ ഹവാ, മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹവക്കനുസരിച്ച് സംസാരിക്കില്ല എന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, വഹയി മാത്രമേ സംസാരിക്കുള്ളൂ. ഫലൈസ ലഹും ഇസ്മുൻ, അതുകൊണ്ട് അഹ്ലുസ് സുന്നക്ക് പ്രത്യേകിച്ച് ഒരു പേരില്ല. യന്തസിബൂന ഇലൈഹി, അതിലേക്ക് ചേർക്കപ്പെടാൻ സിവ അസ്സുന്ന, എന്ത് പേരേ ഉള്ളൂ? സുന്നത്തിന്റെ ആളുകൾ, വേറൊരു പേരും അവർക്കില്ല. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹു ചോദിച്ചു, മൻ അഹ്ലുസ് സുന്ന യാ അബാ അബ്ദുല്ലാ, അബൂ അബ്ദുല്ലാ അഹ്ലുസ് സുന്ന എന്ന് പറയുന്ന ആരാണ്? ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലദീന, അവർ ഒരു കൂട്ടരാണ്, ലൈസ ലഹും ലഖബുൻ, അവർക്ക് എന്തില്ല? പ്രത്യേകം ഒരു ഓമന പേരുണ്ടാവൂല. യുറഫൂന ബി, അവരെ തിരിച്ചറിയാനുള്ള പ്രത്യേകം ഒരു പേര് വെക്കപ്പെടാത്ത ടീമായിരിക്കും അവർ. ലാ ജഹ്മിയുൻ വലാ റാഫിദി വലാ ഖദരി, അങ്ങനത്തെ പേരുകളൊന്നും അവർക്ക് ഉണ്ടാവില്ല. എന്തേ പേരേ ഉള്ളൂ? അഹ്ലുസ് സുന്ന. അപ്പേരിൽ അറിയപ്പെടുന്നവരാണ് അഹ്ലുസ് സുന്ന ജമാഅത്തിന്റെ ആളുകൾ. ചില ആളുകൾ അഹ്ലുസ് സുന്ന എന്നതിന് പകരം അസ്ഹാബുൽ ഹദീസ് എന്ന് പേര് പറയാറുണ്ട്, അഹ്ലുൽ ഹദീസ് എന്നും പറയാറുണ്ട്. കാരണം അന്നഹും ഇഹ്തമ്മു ബി അഹാദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഖുറാഫികളും തമസ്സക്കാരും സലഫികളെ എതിർക്കുന്നത് എന്താ? റസൂലുള്ളാഹിയുടെ ഇഷ്ടമല്ല, ഹദീസ് ഇല്ല. സംഭവം നേരെ ഉൾട്ടല്ലേ. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിയുടെ ഹദീസ് ഉണ്ടോ? ഹദീസിനോട് അവർ കാണിച്ച ആ ഒരു പ്രാമുഖ്യം, അക്കാരണത്താണ് അവർക്ക് അഹ്ലുൽ ഹദീസ് എന്ന് പേര് പറയപ്പെടുന്നത്. എത്ര മണിക്കാൻ ആയാ? ഒരു പാരഗ്രാഫ് കൂടി വായിച്ചിട്ട് പോയാൽ പോലെ. അഹ്ലുസ് സുന്ന, അഹ്ലുസ് സുന്ന എന്ന് പറയുന്ന ഈ ടീം ഹും അൽ ഫിർഖ അൽ മൻസൂറ, ഫിർഖത്തുൻ നാജിയ പോലെ ഹദീസിൽ വന്ന മറ്റൊരു പേരാണ് ഫിർഖത്തുൽ മൻസൂറ, സഹായിക്കപ്പെട്ട വിഭാഗം. ഇലാ ഖിയാമിസ് സാഅ, അന്ത്യനാൾ വരെ. അല്ലദീന ദക്കറഹും അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലി, അവരെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മതി മൻസൂരീൻ, എന്റെ ഉമ്മത്തിൽ ഒരു ടീം സഹായിക്കപ്പെട്ടവരായിട്ട് എപ്പോഴും ഉണ്ടാവും. ലാ യദുറുഹും, അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല. മൻ ഖദനഹും, അവരെ നിന്ദിക്കുന്ന ആളുകൾ, അവർ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇവരൊന്നും ചെയ്യാൻ പറ്റൂല. ഹത്താ തഖൂമ സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ. അതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. ഓരം തൊടൂല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അഹ്ലുസ് സുന്ന വൽ ജമാഅക്ക് പറയപ്പെട്ട നമ്മളിപ്പോ പറഞ്ഞ വിശേഷണങ്ങൾ സുന്നത്തിന്റെ ആളുകളാണ്, സഹാബത്തിന്റെ മാതൃക മുറുകെ പിടിക്കുന്നവരാണ്, അഖിലിന് പ്രാധാന്യം കൊടുക്കുന്നവരല്ല, നെസ്സിനെ സ്വീകരിക്കുന്നവരാണ്. അത് നമ്മളിലുണ്ടോ ഇല്ലേ എന്നതാണ് പരിശോധിക്കേണ്ടത്. അവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. ഇൻഷാ അല്ലാഹ് അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക